ഹലോ, അതെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കായിട്ട് ജീവിക്കണം, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് 2-3 പേര് മെസ്സേജ് എടുത്തോ, നമുക്കായിട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കളെ കാര്യം ആരും നോക്കും എന്നൊക്കെ. ഞാൻ മക്കളെ ഒഴിവാക്കണം, ഫാമിലി ഒഴിവാക്കണം, ഹസ്ബൻഡിനെ ഒഴിവാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും ഹസ്ബൻഡിനെ ഫാമിലി അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ആക്കണം, അവരെ നമ്മൾ സേഫ് ആക്കണം, അവരെ നമ്മുടെ എൻജോയ്മെൻറ്റിൽ, നമ്മളെ ഹാപ്പിനെസ്സിൽ നമ്മുടെ മക്കളെയും ചേർത്ത് പിടിക്കണം കേട്ടോ. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇഷ്ടത്തിന് പോയിട്ട് ജീവിക്കാനല്ല ഞാൻ ഒരിക്കലും പറഞ്ഞത്. നല്ലതായ രീതിയിലുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഫോക്കസ് ചെയ്ത് ജീവിക്കണം. അതിൽ കൂടെ നമ്മുടെ മക്കളെയും നമ്മൾ സേഫ് ആക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ നാളെ നമ്മൾ നോക്കും എന്നൊരു പ്രതീക്ഷയും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വെക്കരുത്. അത് മക്കളെന്നല്ല, ആരും നമുക്കാകെ പ്രതീക്ഷിക്കാം, നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മളെ നോക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവരൊരിക്കലും നമ്മളെ കൈവിട്ട് കളയില്ല. അവരെന്നും നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ എന്നുണ്ടാവണ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ല കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും നമ്മുടെ ഉപ്പയമ്മ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവും അത്രയും നല്ല ബ്രദേഴ്സ്. എല്ലാ കുടുംബത്തിലും എല്ലാ വീട്ടിലത്തേക്ക് ആങ്ങളാരും നാത്തുമാരൊന്നും ഒരുപോലെ ആവില്ല. പക്ഷേ എൻ്റെ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ ഉമ്മ, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ 2 ഇക്കാരും, എൻ്റെ നാത്തൂന്, അതുപോലെ തന്നെ എൻ്റെ അളിയനായാലും എൻ്റെ താത്തായാലും, ഞാൻ ഇന്ന് ഇവിടെ ഇത്രത്തോളം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. പക്ഷേ എല്ലാ ഫാമിലിയും ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ നമുക്ക് എന്നും ഉപ്പയമ്മ ഉണ്ടാവുള്ളൂ എന്നും എടുത്ത് പറഞ്ഞത് എല്ലാ ഫാമിലിയിലും ഒരുപോലെ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ ആരും നമ്മളെ നോക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മുടെ മക്കളെ നമ്മൾ അത്രയും നല്ലത്, നമ്മൾ ഒറ്റപ്പെട്ട സമയം, അതുപോലെ തന്നെ നമ്മൾ ആരും നോക്കാനില്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളെ നോക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മളോട് പലരും പറയും, നീ വിഷമിക്കണ്ടേ, നിന്റെ നാളെ നിന്റെ മക്കൾ നിന്നെ നന്നായി നോക്കും, നിനക്കൊരു മോനല്ലേ വളരണം, നിന്റെ മോൻ നിന്നെ നോക്കും. പക്ഷേ അങ്ങനെ പറയും. പക്ഷേ നമ്മൾ ഒരിക്കലും അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മുടെ മക്കൾ നോക്കും എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. നമുക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിടുക. ഒന്നല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസിലെങ്കിലും നമ്മൾ എടുത്തിടാം കേട്ടോ. കാരണം ഇന്നത്തെ മക്കളൊക്കെ നോക്കുന്നുള്ളൂ, ഇന്നത്തെ നില ഏതൊരു കാര്യത്തിലായാലും ഭർത്താവായാലും മക്കളായാലും നോക്കുന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട കേട്ടോ. പക്ഷെ നമ്മുടെ മക്കൾ ഒരിക്കലും കൈവിടരുത്. അവർ നല്ലൊരു പൊസിഷനിലെത്തിക്കുക. നമ്മുടെ മക്കൾ അത്രയും ചേർത്ത് പിടിച്ച് നാളത്തേക്ക് അവർക്ക് വേണ്ടി, അവർ കഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിടാം കേട്ടോ. നമ്മൾ വേറെ എൻജോയ്മെൻറ്റ്, സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ ജന്മം നൽകിയത് നമ്മളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടപ്പെടാതെ അവരൊരു പൊസിഷനിലെത്തിക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ നാളത്തേക്ക് ഉണ്ടാക്കിയിടാനും ഉത്തരവാദിത്തം നമുക്കുണ്ട് കേട്ടോ. അത് വാപ്പാക്കില്ലെങ്കിൽ ഉമ്മാക്ക് വേണം, ഉമ്മാക്കില്ലെങ്കിൽ വാപ്പാക്ക് വേണം. 2 പേർക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജന്മം നൽകാൻ നിൽക്കരുത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ എൻജോയ്മെൻറ്റ് മക്കളെ ചേർത്ത് പിടിച്ചിട്ടാവണം കേട്ടോ. അല്ലാതെ എല്ലാവരെയും വിട്ട് കളഞ്ഞിട്ട് തോന്നിയ വാസത്തിന് നടക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ എന്തായാലും എനിക്കിത് പറയണമെന്ന് തോന്നി. അതോടെ ഞാൻ പറഞ്ഞാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണെന്ന് തോന്നുന്നവർക്ക് ശരിയാണെന്ന് പറയാം, അല്ലാന്ന് തോന്നുന്നവർക്ക് അല്ലാന്ന് പറയാം കേട്ടോ. ശരിയാ.